ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 31 ഇല്ലസ്ട്രേഷൻ 11 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അല്പം വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ 1-2 ക്വസ്റ്റ്യൻസ് ക്ഷമയോടെ മനസ്സിലാക്കി ചെയ്തു പഠിച്ചെന്നാൽ ഈ ചാപ്റ്ററിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ഏത് ക്വസ്റ്റ്യൻസും അനായാസം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു മനസ്സിലാക്കാം. ഫോളോയിങ് ഈസ് ദ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് ആൻ എന്റർടൈൻമെന്റ് ക്ലബ് ഫോർ ദ പീരിയഡ് April 1, 2016 ടു March 31, 2017. ഒരു എന്റർടൈൻമെന്റ് ക്ലബിന്റെ 1 April 2016 തൊട്ട് March 31, 2017 വരെയുള്ള റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഒന്ന് നോട്ട് ചെയ്യാം. ഇവിടെ തന്നിട്ടുണ്ട്. എന്നാണ് നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്നത്? 1 April 2016 അല്ലേ? അന്ന് ആരംഭിച്ച് എൻഡ് ചെയ്യുന്നത് 31 March 2017. അപ്പം നമ്മുടെ ഇയർ എന്ന് പറയുന്നത് 2016-17 ആണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് March 31, 2017. അപ്പം 31 March 2000 എൻഡ് ചെയ്യുന്ന ഈ എന്റർടൈൻമെന്റ് ക്ലബിന്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് ചുവടെ തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ റെസിപ്റ്റ്സും പേയ്മെന്റ്സും എല്ലാം വായിച്ചു നോക്കി. ഇതിൽ ഇൻകംസ് ഏതൊക്കെയാണ്, എക്സ്പെൻസസുകൾ ഏതൊക്കെയാണ്, അസറ്റ്സ് ഉണ്ടോ, ലയബിലിറ്റീസ് ഉണ്ടോ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ഫസ്റ്റ് ബാലൻസ് BD ഇതെന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലേ? അതായത് കഴിഞ്ഞ വർഷത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വന്നിരിക്കുന്നതാണ് അല്ലേ? അപ്പം ഈ വർഷം ഈ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ ക്ലബിന്റെ കയ്യിലുള്ള ക്യാഷ് 27,500, ബാങ്ക് അക്കൗണ്ടിലുള്ളത് 60,000 അല്ലേ? അതായത് ഈ വർഷം ആദ്യം കയ്യിൽ മിച്ചമുള്ള അസറ്റ്സ് ആണല്ലേ? അപ്പം ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കുമാണിത്. ഇത് എവിടെയാണ് എഴുതേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുമോ? ഇല്ലല്ല. കാരണം എന്താ? ഇതെന്ന് പറയുന്നത് ഇൻകം അല്ല, എക്സ്പെൻസ് അല്ല. ഇതെന്ന് പറയുന്നത് അസറ്റ് ആണ് അല്ലേ? ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കുമാണ്. ഇത് ഓപ്പണിങ്ങിലെ അസറ്റ് ആണ്. അപ്പം നമ്മൾ ഇത് എവിടെയാണ് എഴുതേണ്ടത്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് ഈ അസറ്റ്സ് കാണിക്കേണ്ടത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. അപ്പോൾ ആ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് 27,500 ക്യാഷ് അറ്റ് ബാങ്ക് 60,000 കാണിക്കേണ്ടതാണ്. ക്ലിയർ? നെക്സ്റ്റ് മെമ്പേഴ്സ് സബ്സ്ക്രിപ്ഷൻ. എന്താണ്? അംഗങ്ങളിൽ നിന്നും കിട്ടുന്ന വരിസംഖ്യ ഇൻകം ആണല്ലേ? അത് ഇൻകം ആണ്. നോക്കുക, ഇവിടെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ കിട്ടിയിരിക്കുന്നത് 1,22,500 രൂപ. ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് മുഴുവനും ഈ വർഷത്തെയാണോ? അല്ല. നോക്കിക്കേ, ഈ 1,22,500 2015-16 12,500 രൂപ എന്ന് പറയുന്നത്. 15-16 എന്ന് പറയുമ്പോൾ അത് ഏതു വർഷമാണ്? നോക്കിക്കേ, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 16-17 അപ്പോൾ 15-16 എന്ന് പറയുമ്പോൾ അത് ഏത് ഇയർ ആണ്? പ്രീവിയസ് ഇയർ ആണ് അല്ലേ? ഇതിന് മുൻപുള്ള വർഷമാണ്. അതാണ് ഇവിടെ PY എന്ന് നോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി 2016-17 നോക്കിക്കേ, 16-17 എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആണ്. അതാണ് ഇവിടെ കറണ്ട് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ഇയറിൽ 1,00,000 രൂപ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി 2017-18 എന്ന് പറയുമ്പോഴോ നോക്കിക്കേ, 16-17 കഴിഞ്ഞാൽ 17-18 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർ അല്ലേ? ഇത് കഴിഞ്ഞിട്ടുള്ള വർഷമല്ലേ? അപ്പോൾ വരുന്ന വർഷത്തെ നെക്സ്റ്റ് ഇയറിലെ ഒരു 10,000 രൂപ ഈ വർഷം കിട്ടിയിട്ടുണ്ട്. അതായത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് അല്ലേ? 10,000 രൂപ അടുത്ത വർഷം കിട്ടേണ്ടതായിരുന്നു, പക്ഷെ അത് ഇപ്പോഴേ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഇത്രയും കാലയളവിൽ ആകെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഈ വർഷം കിട്ടിയിരിക്കുന്നത് 1,22,500. മനസ്സിലായില്ലേ? ഇനി ഇതിനോടനുബന്ധിച്ച് അഡീഷണൽ ഇൻഫോർമേഷനകത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ തന്നിട്ടുണ്ട്. അത് അഡീഷണൽ ഇൻഫോർമേഷൻ നമ്പർ 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അഡീഷണൽ ഇൻഫോർമേഷൻസ് എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് കാണിക്കാം. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ഉള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കാം. നെക്സ്റ്റ്, സെയിൽ ഓഫ് ഫർണിച്ചർ ബുക്ക് വാല്യൂ ₹8,000. എന്താ ഇതിൻ്റെ അർത്ഥം? 8,000 രൂപ വിലയുള്ള ഫർണിച്ചർ വിറ്റു. വിറ്റപ്പോൾ എത്ര രൂപ കിട്ടി? 10,000 രൂപ. കണ്ടോ, റെസീപ്റ്റിൽ 10,000 രൂപ കിട്ടിയതായിട്ടുണ്ട്. അതായത്
ബുക്ക് വാല്യൂ 8000, അതായത് ഫർണിച്ചറിൻ്റെ വാല്യൂ 8000 രൂപയായിരുന്നു നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വിറ്റപ്പോൾ 10000 രൂപ കിട്ടി. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു 2000 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല ഈ വിൽപ്പനയിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയുന്നത് നമ്മൾ എവിടെ എഴുതണം? നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണ്ടേ? അതായത് ഇവിടെ ഒരു 2000 രൂപ ഗെയിൻ കിട്ടിയതാണ് അല്ലേ? അപ്പോൾ ഇൻകംസും ഗെയിൻസും എല്ലാം നമ്മൾ ക്രെഡിറ്റ് അല്ലേ ചെയ്യുന്നത്? അപ്പോൾ അത് എവിടെ എഴുതണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞ് 2000 കാണിക്കണം. അതായത് 10000 രൂപ കിട്ടി, ബുക്ക് വാല്യൂ 8000 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് 2000 രൂപ ലാഭമാണ് കിട്ടിയത് അല്ലേ? അപ്പം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞത് ഇൻകം സൈഡിൽ കാണിക്കണം. അതിനോടൊപ്പം ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതിപ്പോൾ പ്രോഫിറ്റ് 8000 രൂപയുടെ ഫർണിച്ചർ 10000 രൂപയ്ക്ക് വിറ്റത് കാരണം പ്രോഫിറ്റ്. ഇനി നേരെ മറിച്ച് 8000 രൂപയുടെ ഫർണിച്ചർ 6000 രൂപയ്ക്കാണ് വിറ്റതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസാക്ഷനകത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? ലോസ് അല്ലേ വരുന്നത്. അപ്പോൾ എങ്ങനെ എഴുതണം? ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞ് എക്സ്പെൻഡിച്ചർ സൈഡിൽ അല്ലേ? അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ എക്സ്പെൻസസും ലോസസും എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെൻസസ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞ് 2000 ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തോളണം? ക്രെഡിറ്റ് ചെയ്തോളണം. ക്ലിയർ? നെക്സ്റ്റ് ലെഗസീസ്. ബ്രാക്കറ്റിൽ കണ്ടോ, ജനറൽ എന്ന് പറയുന്നുണ്ട്. 1 lakh rupees ലെഗസീസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ജനറൽ ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്കിതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം അല്ലേ? അപ്പം അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, അപ്പോൾ അതായത് ഇൻകം സൈഡിൽ എഴുതണം. നെക്സ്റ്റ് സെയിൽ ഓഫ് ഓൾഡ് പീരിയോഡിക്കൽസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. പഴയ മാസികകളും ന്യൂസ് പേപ്പറുകളൊക്കെ വിറ്റ് 3200 രൂപ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണല്ലേ? അപ്പം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഹയർ ഓഫ് ഗ്രൗണ്ട് യൂസ്ഡ് ഫോർ മാരേജ്. ഈ എൻ്റർടൈൻമെൻറ്റ് ക്ലബിന് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അത് ഈ വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ വാടകയ്ക്ക് കൊടുത്ത് വാടക ഇനത്തിൽ 48,750 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നതും എന്താണ്? അവരുടെ ഇൻകം ആണ് അല്ലേ? അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഡൊണേഷൻ ഫോർ സ്പോർട്സ് ഫണ്ട്. എന്താണ്? സ്പോർട്സ് ഫണ്ടിലേക്ക് സംഭാവന കിട്ടിയിരിക്കുന്നതാണ്. എന്താണ് സ്പോർട്സ് ഫണ്ട് എന്ന് പറയുമ്പം? അതൊരു സ്പെഷ്യൽ ഫണ്ടാണ് അല്ലേ? അപ്പോൾ ഇതിന് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇത് ഡൊണേഷൻ ഫോർ സ്പോർട്സ് ഫണ്ട് നമുക്കറിയാം, അത് സ്പെഷ്യൽ ഫണ്ട് ആയതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ഫണ്ടുകളൊക്കെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അത് നമുക്ക് കിട്ടിയ ഫണ്ടും നമ്മൾ വിനിയോഗിച്ച ഫണ്ടും അത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് മൈനസ് ഫിഗർ ആണെങ്കിൽ അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണമെന്നൊക്കെ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പിന്നീട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് സ്പെഷ്യൽ ഫണ്ടാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്, അതെല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു തരാം. നെക്സ്റ്റ് ലോക്കർ റെൻറ്റ്. ലോക്കർ റെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ക്ലബിനൊരു ലോക്കർ ഉണ്ടായിരുന്നു, അത് വാടകയ്ക്ക് കൊടുത്ത് റെൻറ്റ് കിട്ടിയിട്ടുള്ളതാണ്. അതെന്ന് പറയുന്നതും അവരെ സംബന്ധിച്ച് ഇൻകം ആണ് അല്ലേ? അപ്പോൾ 17,050 രൂപ ലോക്കർ റെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ അഡീഷണൽ ഇൻഫോർമേഷൻ നമ്പർ 3 വരുന്നതാണ് ഈ ലോക്കർ റെൻറ്റുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതെല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. ഇനി പേയ്മെൻറ്റ് സൈഡ് നോക്കാം. എന്താണ് സാലറി എന്ന് പറയുന്നത്? എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതേണ്ടതാണ് അല്ലേ? 24,000 രൂപ സാലറി ഇനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടും അഡീഷണൽ ഇൻഫോർമേഷനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. 4ലാണ് പറയുന്നത്. നെക്സ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്. ഈ എൻ്റർടൈൻമെൻറ്റ് ക്ലബ്ബ് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ നടത്തി അതിന് ഒരു 81,000 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് അല്ലേ ചെയ്യുന്നത്. നെക്സ്റ്റ് ടെലിഫോൺ ബില്ല്, അതും എക്സ്പെൻസ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇതിനും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് നമ്പർ 2 ആണ് അതിനകത്ത് വരുന്നത്. സബ്സ്ക്രിപ്ഷൻ ഫോർ പീരിയോഡിക്കൽസ്. ഈ പത്രങ്ങളും മാസികകളും ഒക്കെ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് വരിസംഖ്യ ഇനത്തിൽ 14,500 രൂപ പേ ചെയ്തിട്ടുണ്ട്, പേയ്മെൻറ്റ് നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പം ഈ നമുക്ക് ആ പഴയ പത്രവും മാസികയുടെ വിറ്റെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് വരുത്തുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ സബ്സ്ക്രിപ്ഷൻ ഫോർ പീരിയോഡിക്കൽസ്. നമ്മൾ ന്യൂസ് പേപ്പറും മാഗസിനും ഒക്കെ വരുത്തുമ്പോൾ അതിന് വരിസംഖ്യ അടയ്ക്കണ്ടേ? അതുപോലെ. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ ക്ലബിനെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസ് ആണ് അല്ലേ? അപ്പോൾ അതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടുന്ന ഐറ്റമാണ്. നെക്സ്റ്റ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 13,000.
നോക്കിക്കേ, ഇവിടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ട് 13,000 രൂപ ഈ കറണ്ട് ഇയറിൽ മുടക്കിയിട്ടുണ്ട്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിക്ക് വേണ്ടി 13,000 രൂപ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇത്രയും 13,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് നമ്മളപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില അഡീഷണൽ ഇൻഫോർമേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് അഡീഷണൽ ഇൻഫോർമേഷൻ നമ്പർ 5 ഇവിടെ കുറച്ച് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ ഈ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഈ വർഷം എത്രമാത്രം കൺസ്യൂം ചെയ്തു, എത്രമാത്രം ഉപയോഗിച്ചു, ആ ഉപയോഗിച്ച എമൗണ്ട് മാത്രമേ നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കാവുള്ളൂ അല്ലേ. അതായത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ പിന്നീട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതേണ്ടതാണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് സ്പോർട്സ് എക്സ്പെൻസ്. കണ്ടോ, ഇവിടെ സ്പോർട്സ് ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്, അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. സെക്രട്ടറീസ് ഹോണറേറിയം. സെക്രട്ടറീസ് ഹോണറേറിയം എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ് അല്ലേ. അതായത് സെക്രട്ടറിക്ക് അയാൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കുന്നതാണല്ലോ 30,000. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്, എക്സ്പെൻഡിച്ചർ ആണ്. നെക്സ്റ്റ് 8% ഇൻവെസ്റ്റ്മെന്റ്. ഡേറ്റ് 31/3/2017. ഇതിൻ്റെ അർത്ഥം എന്താ? 31/3/2017 ഇവിടെ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അല്ലേ. പിന്നെ ഇവിടെ 8% എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തും കൂടി മനസ്സിലാക്കണം, ഈ 1,00,000 രൂപയ്ക്ക് 8% ഇൻട്രസ്റ്റും കിട്ടും. ഇനി അപ്പോൾ നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റാണ് അല്ലേ. 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഈ ക്ലബിൻ്റെ അസറ്റാണ്. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരേണ്ട ഐറ്റമാണ് നമുക്കറിയാം. ഇനി ഇവിടെ 8% എന്നുണ്ട്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കണം, ഇത് ഒരു ഹിഡൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ, ഇതിനകത്ത് മറ്റെന്തെങ്കിലും ഇൻകം ഉണ്ടോ? അതായത് 8% ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വർഷം ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഇൻട്രസ്റ്റ് ഇനത്തിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, ഇനി കിട്ടാനുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് അറിയണം. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഒന്നും കിട്ടിയതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓൾറെഡി ഒന്നും കിട്ടിയിട്ടില്ല, ഇനി കിട്ടാനുണ്ടോ എന്ന് നോക്കണം. എങ്ങനെ അറിയുന്നത്? നോക്കിക്കേ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്? 31/3/2017 നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് എന്നാണ്? 31/3/2017. അപ്പം ഈ എൻഡ് ചെയ്യുന്ന ഡേറ്റിലാണ് ഈ 1,00,000 രൂപ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻട്രസ്റ്റ് ലഭിക്കുമോ? ഇല്ലല്ലോ, കാരണം ലാസ്റ്റ് ഡേറ്റിലാണ് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഈ 1,00,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇവിടെ ഇൻട്രസ്റ്റ് ലഭിക്കത്തില്ല. മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇവിടെ ഈ കേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്നൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നുവെങ്കിൽ ഒരു 6 മാസം മുന്നമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 6 മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എഴുതാമായിരുന്നു. ഇവിടെ അത് വേണ്ട. ക്ലിയർ? നെക്സ്റ്റ് ബാലൻസ് CD എന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ആണ് അല്ലേ. അതായത് ഈ ക്ലബിൻ്റെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ബാക്കി മിച്ചമുള്ള ക്യാഷ് ഇൻ ഹാൻഡ് 21,500, ബാങ്കിലുള്ള മിച്ചമുള്ള ക്യാഷ് 45,000. ഇതെന്ന് പറയുന്നത് എന്താണ്? അവരുടെ അസറ്റാണ് അല്ലേ. അതായത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതേണ്ടുന്ന എമൗണ്ട്സ് ആണ് ക്യാഷ് ഇൻ ഹാൻഡ് 21,500, ക്യാഷ് അറ്റ് ബാങ്ക് 45,000 എന്ന് പറയുന്നതും. ക്ലിയർ? ഇനി നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻ നോക്കാം. ഈ അഡീഷണൽ ഇൻഫോർമേഷൻസ് ഓരോന്നും കറക്റ്റായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിൽ എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കിത് വിശദമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കാം. ഫസ്റ്റ്, ദ ക്ലബ് ഹാഡ് 225 മെമ്പേഴ്സ്, ഈച്ച് പേയിങ് ആൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹500. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ എൻ്റർടൈൻമെൻറ്റ് ക്ലബിന് 225 മെമ്പേഴ്സാണുള്ള 225 അംഗങ്ങളുണ്ട്. ഈച്ച് പേയിങ് ആൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹500. ഓരോരുത്തരും വാർഷിക വരിസംഖ്യയായിട്ട് 500 രൂപ വെച്ച് അടയ്ക്കണം. അപ്പോൾ 225 അംഗങ്ങളുണ്ട്, ഓരോ അംഗവും 500 രൂപ വെച്ച് വരിസംഖ്യ നൽകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്ലബിൻ്റെ
ഈ ഫിനാൻഷ്യൽ ഇയറിൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ എത്ര രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടേണ്ടതെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. എത്ര രൂപയാണ് കിട്ടേണ്ടത്? 225 ഇൻറ്റു 500 അല്ലേ. അപ്പം 1,12,500 രൂപയാണ് ടോട്ടൽ റിസീവബിൾ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ 2016-17 എന്ന് പറയുന്നത്. 2016-17 ഫിനാൻഷ്യൽ ഇയറിൽ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആകെ ലഭിക്കേണ്ടുന്ന തുക 1,12,500. അതായത് കറണ്ട് ഇയറിലെ ലഭിക്കേണ്ടുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 1,12,500 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ March 31, 2016 ₹15,000. 2016 മാർച്ച് 31 അവസാനിക്കുമ്പോൾ ആ ഡേറ്റിൽ 15,000 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ കുടിശ്ശിക കിടക്കുകയാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഏത് ഡേറ്റിലാണ്? 2016 മാർച്ച് 31. 2016 മാർച്ച് 31 പറയുമ്പോൾ ഏത് വർഷമാണ്? കഴിഞ്ഞ വർഷമല്ലേ, പ്രീവിയസ് ഇയർ അല്ലേ. അതായത് പ്രീവിയസ് ഇയറിലെ കുടിശ്ശിക എന്ന് പറയുന്നത് 15,000 രൂപയായിരുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഈ വർഷം സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ആകെ ലഭിക്കേണ്ട തുക 1,12,500 ആണ്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക 15,000 ഉണ്ട്. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കുക. സബ്സ്ക്രിപ്ഷൻ ഇവിടെ 1 അഡീഷണൽ ഇൻഫർമേഷൻ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. നമുക്ക് മനസ്സിലായി ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ആകെ ലഭിക്കേണ്ടുന്ന തുക 1,12,500 ആണെന്ന് പറഞ്ഞു. ഇത് മുഴുവനും ഈ വർഷം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. ഇതിൻ്റെ റെസിപ്റ്റ് സൈഡിലെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ എമൗണ്ട് നോക്കിയാൽ അറിയാം. 2016-17 കിട്ടിയ എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയിരിക്കുന്ന തുക എത്ര മാത്രമേ ഉള്ളൂ? 1,00,000 രൂപയാണ് കിട്ടിയിട്ടുള്ളൂ. എത്ര രൂപയായിരുന്നു കിട്ടേണ്ടിയിരുന്നത്? 1,12,500 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 12,500 രൂപ ഇനിയും കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് അല്ലേ. അപ്പോൾ മൊത്തം 1,12,500 ആണ് 16-17 സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ലഭിക്കേണ്ട തുക. അതിൽ നോക്കിക്കേ, കിട്ടിയ എമൗണ്ട് ഇത് റെസിപ്റ്റ് സൈഡിൽ കിടക്കുന്നു. 16-17 എത്രയേ കിട്ടിയിട്ടുള്ളൂ? 1,00,000 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ കറണ്ട് ഇയറിൽ ഇനിയും 12,500 രൂപ കൂടി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, കിട്ടാനുണ്ട്. ക്ലിയർ? ഇനി അതുപോലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ March 31, 2016 ₹15,000. കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് 15,000 രൂപയായിരുന്നു. പ്രീവിയസ് ഇയറിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇനിയും കിട്ടാനുണ്ടായിരുന്ന തുക 15,000 ആയിരുന്നു. പ്രീവിയസ് ഇയറിലെ കുറച്ച് തുക നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. നോക്കിക്കുക, റെസിപ്റ്റ് സൈഡിൽ കണ്ടോ, 15-16 എത്ര രൂപയാണ് കിട്ടിയേക്കുന്ന എമൗണ്ട്? 12,500 രൂപ കിട്ടിയിട്ടുണ്ട്. കിട്ടേണ്ടിയിരുന്നത് എത്രയായിരുന്നു? 15,000 ആണ്. അതിൻ്റെ അർത്ഥം ഇവിടെയും പ്രീവിയസ് ഇയറിലെ ഒരു 2,500 രൂപ ഇനിയും കിട്ടാനുണ്ടെന്നല്ലേ. മനസ്സിലായില്ലേ? ഇനി 17-18 കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് 10,000 രൂപയാണ്. ഇതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലെയാണ്. അത് നമുക്ക് ഇൻകം അഡ്വാൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത് എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ വർക്കിംഗ് നോട്ടായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുകയാണ്. കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31 March 2017. നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഇനിയും കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്ങും കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് രണ്ടും കൂടി ചേർത്ത് നമുക്ക് കിട്ടാനുള്ള തുക നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരേണ്ട എമൗണ്ടാണ്. നമ്മൾ പ്രീവിയസ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് കണ്ടുപിടിക്കുക. പ്രീവിയസ് ഇയറിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ എത്ര രൂപയായിരുന്നു കിട്ടാനുണ്ടായിരുന്നത്? 15,000 രൂപയാണ് കിട്ടാനുണ്ടായിരുന്നത്. പ്രീവിയസ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31 March 2016 15,000. അതിൽ കിട്ടിയ എമൗണ്ട് 15-14 കിട്ടിയത് 12,500. അതിൽ നിന്ന് കണ്ട ഈ 15,000 നിന്ന് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ 2015-16 എന്ന് പറയുന്ന 12,500 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2,500 രൂപയാണ് ഇനിയും പ്രീവിയസ് ഇയറിൽ കിട്ടാൻ കിടക്കുന്നത്. അതുപോലെ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നു.
കറണ്ട് ഇയറിലെ നമ്മൾ പറഞ്ഞു സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ ഫോർ ദ ഇയർ എൻഡഡ് 31st March 2017 എത്രയാണ് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ആകെ ലഭിക്കേണ്ട തുക? നമുക്ക് മെമ്പറുടെ എണ്ണം തന്നിട്ടുണ്ട്, ഓരോരുത്തരും തരേണ്ട ആനുവൽ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻറ്റു ആനുവൽ സബ്സ്ക്രിപ്ഷൻ. നമ്പർ ഓഫ് മെമ്പേഴ്സ് 225 500 ആനുവൽ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അങ്ങനെ എത്ര രൂപയാണ് ആകെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ലഭിക്കേണ്ട തുക? 1,12,500. അതിൽ നിന്ന് 16-17 കിട്ടിയത് നോക്കിക്കുക, എത്രയാ? 1,00,000. അപ്പം അതിൽ നിന്ന് കിട്ടിയ തുക സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ ദ ഇയർ 16-17 1 lakh കുറയ്ക്കുന്നു. അപ്പോൾ ഇനി എത്ര കിട്ടാനുള്ള? 12,500 കിട്ടാനുണ്ട്. അപ്പം ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും കൂടെ ചേർത്ത് 2,500 പ്ലസ് 12,500 15,000 രൂപയാണ് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31st March 2017 എന്ന് പറയുന്നത്. ഈ എമൗണ്ട് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. ഇത്രയും ഇൻകം കിട്ടാനുള്ളതല്ലേ? കിട്ടാനുള്ള ഇൻകം എന്ന് പറയുമ്പോൾ അത് എന്താണ്? അസറ്റ് ആണ്. അപ്പോൾ ഇത് ക്ലോസിംഗ് ഡേറ്റിൽ കിട്ടാനുള്ളതാണ്. അപ്പോൾ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമല്ലോ. അപ്പോൾ ഓപ്പണിങ്ങിൽ കിട്ടാൻ കിടക്കുന്ന ഇത്രയും എമൗണ്ട് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതെന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കാണിക്കണം. ക്ലിയർ? നെക്സ്റ്റ്, സെക്കൻഡ്, ടെലിഫോൺ ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ഇയർ 2016-17 ഈസ് ₹2,000. എന്താണ് ഇതിന്റെ അർത്ഥം? 2016-17 ഇനിയും ടെലിഫോൺ ബില്ല് 2,000 രൂപ കൊടുക്കാൻ കിടപ്പുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ഇനിയും കൊടുക്കാനുള്ളതാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ടെലിഫോൺ ബില്ലിൻ്റെ ഓൾറെഡി കൊടുത്ത എമൗണ്ട് ഇത് ഇവിടെ തന്നിട്ടുണ്ട് 35,000 ഉണ്ടോ. അഡീഷണൽ ഇൻഫോർമേഷൻ നമ്പർ 2 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി ടെലിഫോൺ ബില്ല് കൊടുത്തിരിക്കുന്നത് 35,000, അതിൻ്റെ കൂടെ ഇനിയും 2,000 കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ട്രീറ്റ് ചെയ്യുന്നത്? എക്സ്പെൻഡിച്ചർ സൈഡിൽ ടെലിഫോൺ ബിൽ ഓൾറെഡി കൊടുത്തത് 35,000, അതിൻ്റെ കൂടെ ഇനി കൊടുക്കാനുള്ള എമൗണ്ടും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? അങ്ങനെ ടോട്ടൽ എത്ര എമൗണ്ട് ആണ് ടെലിഫോൺ ബില്ലിൻ്റെ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്? 37,000 ആണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 37,000. ഇനിയും കൊടുക്കാനുള്ള 2016-17 ഇനിയും കൊടുക്കാനുള്ള ടെലിഫോൺ ബില്ലെന്ന് പറയുന്നത് അത് എവിടെയും കൂടി വരണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ. ഇതെന്ന് പറയുന്നത് കൊടുത്തിട്ടില്ലല്ലോ, കൊടുക്കാനുള്ള എക്സ്പെൻസ് ആണ്. അതെന്ന് പറയുന്നത് ബാധ്യതയാണ്. അപ്പം ഈ ഇയറിൽ കൊടുത്തു തീർക്കാനുള്ളതാണ്. അപ്പം അത് ഏത് ബാലൻസ് ഷീറ്റിൽ വരണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ടെലിഫോൺ ബിൽ എന്ന് പറഞ്ഞ് 2,000 കാണിക്കുകയും ചെയ്യണം. നെക്സ്റ്റ്, തേർഡ്, ലോക്കർ റെന്റ് ₹3,050 ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ഇയർ 2015-16 and ₹1,500 for 2016-17. അപ്പോൾ ഇവിടെ ലോക്കർ റെന്റ് ഇതാ ഇവിടെ കിട്ടിയ എമൗണ്ട് 17,050 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്താ പറയുന്നത്? 2015-16 3,050 രൂപ ലോക്കർ റെന്റ് ഇനിയും കിട്ടാനുണ്ടെന്നല്ലായിരുന്നു. ഇപ്പം 15-16 എന്ന് പറയുമ്പോൾ ഏത് ഇയർ ആണ്? പ്രീവിയസ് ഇയർ ആണ് അല്ലേ? അപ്പം പ്രീവിയസ് ഇയറിൽ 3,050 രൂപ ലോക്കർ റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, കിട്ടാൻ കിടപ്പുണ്ട്. ആൻഡ് ₹1,500 ഫോർ 2016-17. 16-17 എന്ന് പറയുമ്പോൾ ഏതാണ്? കറണ്ട് ഇയർ ആണ്. കറണ്ട് ഇയറിലെ ലോക്കർ റെന്റ് 1,500 രൂപ ഇനിയും കിട്ടാൻ കിടപ്പുണ്ട്. അപ്പോൾ 2 ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ ഒന്ന് പ്രീവിയസ് ഇയറിലെയാണ്, ഒന്ന് കറണ്ട് ഇയറിലെയാണ്. ലോക്കർ റെന്റിനത്തിൽ ആകെ കിട്ടിയിരിക്കുന്ന തുക 17,050 എന്ന് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാം ലോക്കർ റെന്റ് ഇൻകം ആണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ ലോക്കർ റെന്റ് റിസീവ്ഡ് ആകെ കിട്ടിയ തുക 17,050. അതിൽ നിന്ന് പ്രീവിയസ് ഇയറിലെ ലെസ് ചെയ്യണം. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കറണ്ട് ഇയറിലെ ഇൻകം മാത്രം കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയറിലെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതാണല്ലോ പ്രീവിയസ് ഇയറിലെ 3,050 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ഇയറിൽ കിട്ടാനുണ്ടായിരുന്ന ലോക്കർ റെന്റ് അതെന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു 3,050. പിന്നെ അപ്പോൾ കറണ്ട് ഇയറിൽ എന്ന് പറയുമ്പോൾ 14,000 ആണ് ഇപ്പോൾ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇനിയും കറണ്ട് ഇയറിൽ 1,500 കൂടി കിട്ടാൻ കിടപ്പില്ലേ? കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് കണ്ടോ? 1,500 ഫോർ 2016-17 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറയുന്നത് കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്.
അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കറണ്ട് ഇയറിലായതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു, പ്രീവിയസ് ഇയറിൽ ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലോക്കർ റെന്റ് ഇനത്തിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ആകെ തുക എന്ന് പറയുന്നത് 15,500 എന്ന് കിട്ടും. ഈ 14,000 നിന്ന് 1,500 ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ 15,500 കിട്ടും. ആ എമൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ ഈ ഓപ്പണിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, അതായത് ഓപ്പണിംഗ് ഡേറ്റിൽ ലോക്കർ റെന്റ് ഇനത്തിൽ ഇനിയും കിട്ടാനുണ്ടായിരുന്ന തുക എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. അതായത് ആ ഡേറ്റിൽ അത് കിട്ടാനുള്ള എമൗണ്ട് ആണല്ലോ, അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ഇനി ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് ക്ലോസിംഗ് ഡേറ്റിൽ കിട്ടാനുള്ള റെന്റ് അല്ലേ, അതെന്ന് പറയുന്നത് ക്ലോസിംഗിലെ അസറ്റ് ആണ്. അപ്പോൾ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഈ ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് കാണിക്കണം. ക്ലിയർ? നെക്സ്റ്റ്, ഫോർത്ത്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ ഇയർ 2016-17 ₹4,000. എന്താ ഇതിൻ്റെ അർത്ഥം? 2016-17 ഇനിയും സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണ്, സാലറി കൊടുക്കാൻ കിടക്കുക ഇനിയും 4,000 രൂപ. 16-17 എന്ന് പറയുമ്പോൾ ഏത് വർഷമാണ്? നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആണ് അല്ലേ. അപ്പം ഈ ഡേറ്റിൽ ഇനിയും സാലറി 4,000 രൂപ കൊടുക്കാനുണ്ട്. എങ്ങനെ ചെയ്യും? സാലറി ഓൾറെഡി കൊടുത്ത എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 24,000. അഡീഷണൽ ഇൻഫോർമേഷൻ നമ്പർ 4 എന്ന് ഇവിടെ നോട്ട് ചെയ്തേക്കുന്നു. അപ്പോൾ ഓൾറെഡി കൊടുത്ത എമൗണ്ട് 24,000. അപ്പോൾ സാലറി പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ 24,000 ഇന്നർ കോളത്തിൽ എഴുതുന്നു. അതിന്റെ കൂടെ ഇനിയും കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2016-2017 4,000 ആണ്. അതും കൂടി ആഡ് ചെയ്ത് എക്സ്പെൻഡിച്ചറിന്റെ എമൗണ്ട് ആയിട്ട് കാണിക്കേണ്ടത് എമൗണ്ട് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് 28,000 ആണ്. ഇനി ഇതിലെ ഈ ക്ലോസിംഗ് ഡേറ്റിൽ കൊടുക്കാനുള്ള സാലറി എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താ? ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ ഇത് ക്ലോസിംഗ് ഡേറ്റിൽ കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഫിഫ്ത്ത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ₹2,000 ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഈസ് ₹3,000 ഫോർ ദ ഇയർ 2016-17. നോക്കിക്കേ, ഇവിടെ എന്താണ് പറയുന്നത്? ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുമ്പോൾ 2,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ അതുകൂടാതെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ പർച്ചേസ് ചെയ്ത് എത്ര രൂപയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്? 13,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ നൽകിയിട്ടുമുണ്ട്. അതായത് ഈ വർഷത്തെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ പർച്ചേസ് എന്ന് പറയുന്നത് 13,000 രൂപയുടെയാണ്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ്മെന്റ് നമ്പർ 5 ആയതുകൊണ്ട് 5 എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ പർച്ചേസ് ചെയ്തത് കൂടാതെ ഈ വർഷം ആരംഭിച്ചപ്പോൾ 2,000 രൂപയുടെ ഇരിപ്പുണ്ടായിരുന്നു, ഓൾറെഡി 2,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഈ വർഷം അവസാനിക്കുമ്പോൾ 3,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് മിച്ചവും ഇരിപ്പുണ്ട്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ കൺസ്യൂം ചെയ്ത പോർഷനാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കേണ്ടത്. അപ്പം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഈ വർഷത്തെ പർച്ചേസും തന്നിട്ടുണ്ട്, മിച്ചം ഇരിക്കുന്ന എത്രയാണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം എത്ര രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് കൺസ്യൂം ചെയ്തു അല്ലെങ്കിൽ ഉപയോഗിച്ചു, അതാണ് നമ്മൾ കണ്ടുപിടിച്ച എക്സ്പെൻഡിച്ചർ സൈഡിൽ സ്റ്റേഷനറി പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതേണ്ടത്. അപ്പം അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കാൽക്കുലേഷൻ ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ ഇയർ. ഈ വർഷം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് എത്ര രൂപയുടെ ഉപയോഗിച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം എന്ത് ചെയ്യുക? ഇതിനകത്ത് നമ്മൾ ഈ വർഷത്തെ പർച്ചേസ് 13,000 കണ്ടോ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പർച്ചേസ് ചെയ്ത് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ വാങ്ങാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതല്ലേ 13,000. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പർച്ചേസ്ഡ് 13,000. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര രൂപയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇരിക്കുന്നത്? 2,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഓൾറെഡി ഇരിപ്പുണ്ട്. ഈ ഇയർ ആരംഭിച്ചപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് 2,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഇരിപ്പുണ്ട്? 15,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് കൺസ്യൂം ചെയ്യാൻ പാകത്തിനുണ്ട്. ഇനി അത് മുഴുവൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞ് 3,000 ഇവിടെ തന്നിട്ടുണ്ട്. 2016-17 അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ 3,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി മിച്ചം ഇരിപ്പുണ്ട്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം ആകെയുള്ള നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയ സ്റ്റോക്കിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഉപയോഗിച്ചു എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ 15,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി
ഉപയോഗിക്കാൻ അവൈലബിൾ ആയിരുന്നു, അതിൽ 3000 രൂപയുടെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റേഷനറി കൺസ്യൂംഡ് എത്രയാണ്? 12,000 റുപ്പീസിൻ്റെയാണ്. അപ്പം ഈ 12,000 നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ ഉപയോഗിച്ച പോർഷൻസ് മാത്രം. പിന്നെ ഇതിലെ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറയുന്നത്, ഈ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് ഇരിക്കുന്നതെന്ന് പറയുന്ന അസറ്റ് അല്ലേ? അപ്പോൾ അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എവിടെ കാണിക്കണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, അതായത് ആ വർഷം അവസാനിക്കുമ്പോൾ അത്രയും സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി മിച്ചം ഇരിക്കുന്നതാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ആണ്. അപ്പോൾ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കാണിക്കണം. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും, സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിലും അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യണം. ക്ലിയർ? നെക്സ്റ്റ്, on 1st April 2016 other balances were as under. 1/4/2016 കുറച്ച് ബാലൻസുകൾ തന്നിട്ടുണ്ട്. നോക്കിയേ, ഫർണിച്ചർ, അതായത് ഈ ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുമ്പോൾ ഓപ്പണിങ്ങിൽ എത്ര രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു? 1,00,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എവിടെ കാണിക്കേണ്ടതാ? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരുന്നതല്ലേ? ഫർണിച്ചർ അസറ്റ് അല്ലേ? അപ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ 1,00,000 റുപ്പീസിന്റെ ഫർണിച്ചർ എഴുതേണ്ടതാണ്. പിന്നെ ബിൽഡിങ്, അതും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ 6,50,000 എന്ന് കാണിക്കേണ്ടതാണ്. പിന്നെ സ്പോർട്സ് ഫണ്ട് ഉണ്ട്. സ്പോർട്സ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണ് അല്ലേ? അപ്പോൾ ഓപ്പണിംഗിലെ ലയബിലിറ്റി ആണ്, അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ 15,000 കാണിക്കേണ്ടതാണ്. പിന്നെ ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ മാത്രമല്ല വരുന്നത്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും വരും. കാരണം എന്താ? ഈ ഓപ്പണിങ്ങിലുള്ള ഫർണിച്ചർ ക്ലോസിംഗിലും ഉണ്ടാകുമല്ലോ. പക്ഷെ ഫർണിച്ചറിന്റെ ഇവിടെ 8,000 രൂപയുടെ ഫർണിച്ചർ നമ്മൾ വിറ്റിട്ടുണ്ട്. കണ്ടോ? സെയിൽ ഓഫ് ഫർണിച്ചർ ബുക്ക് വാല്യൂ ₹8,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചറിന്റെ വാല്യൂ എഴുതുമ്പോൾ ഈ 1,00,000 നിന്ന് സെയിൽ ചെയ്ത 8,000 എന്ത് ചെയ്യണം? ആദ്യം ലെസ് ചെയ്യണം. ഇവിടെ 8,000 രൂപയുടെ വിറ്റിട്ടുണ്ട്. അപ്പോൾ ആ വിറ്റ പോർഷൻ ലെസ് ചെയ്തിട്ട് ബാക്കി പോർഷൻ വേണം കാണിക്കാൻ. പിന്നെ ഇതിൻ്റെ അകത്ത് ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. അപ്പം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലോട്ട് എഴുതുമ്പോൾ ഈ 1,00,000 നിന്ന് 8,000 പോയാൽ പിന്നെ 92,000 ആണ് ഫർണിച്ചർ ഉള്ളത്. ആ 92,000ന്റെ ഡിപ്രീസിയേഷൻ കൂടി ഡിഡക്ട് ചെയ്തിട്ട് വേണം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കാൻ. ഞാൻ ചെയ്ത് കാണിക്കാതെ. അതുപോലെ ബിൽഡിങ്ങിന്റെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ബിൽഡിങ് ക്ലോസിംഗിലും ആ വർഷം അവസാനിക്കുമ്പോഴും ആ ബിൽഡിംഗ് എവിടെ ഉണ്ട്? നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും വരേണ്ടതാണ്. ബിൽഡിങ്ങിനും ഇവിടെ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്ക് എഴുതാനായിട്ട്. പിന്നെ ഇവിടെ സ്പോർട്സ് ഫണ്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്പോർട്സ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പം ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പോർട്സ് ഫണ്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കേ, ഇവിടെ സ്പോർട്സ് ഫണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 15,000. അപ്പം 15,000 രൂപയാണ് സ്പോർട്സ് ഫണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ്. 15,000 രൂപയുടെ സ്പോർട്സ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അതുകൂടാതെ നോക്കിക്കേ, റെസീപ്റ്റ് സൈഡിൽ ഡൊണേഷൻ ഫോർ സ്പോർട്സ് ഫണ്ട്, അതായത് സ്പോർട്സ് ഫണ്ടിലേക്ക് വീണ്ടും ഒരു 25,000 രൂപ കൂടി സംഭാവന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്പോർട്സ് ഫണ്ടിന് കിട്ടിയ സംഭാവന ആ ഫണ്ടിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യണം? ആഡ് ഡൊണേഷൻ ഫോർ സ്പോർട്സ് ഫണ്ട് 25,000. അപ്പോൾ ടോട്ടൽ സ്പോർട്സ് ഫണ്ട് ഇപ്പോൾ എത്ര രൂപയുടെ അവൈലബിൾ ആണ്? 40,000 റുപ്പീസിന്റെ സ്പോർട്സ് ഫണ്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇതിൽ പേയ്മെന്റ് സൈഡിൽ നോക്കിക്കേ, സ്പോർട്സ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 50,000 രൂപയാണ് സ്പോർട്സ് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ 50,000 രൂപ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 40,000 ഉള്ളൂ. 50,000 രൂപയുടെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് വല്ലതും മിച്ചമുണ്ടോ? ഇല്ല. നോക്കിക്കേ, ഇവിടെ മൈനസ് ഫിഗർ ആണ് വരുന്നത്. അതായത് ഇവിടെ സ്പോർട്സ് ഫണ്ടിന്റെ ബാലൻസ് നെഗറ്റീവായി, അതായത് ഡെബിറ്റ് ക്രെഡിറ്റിനേക്കാൾ കൂടിപ്പോയി. And the resultant debit balance of ₹10,000 should be charged to the income and expenditure account of the year 2016-17. നേരത്തെ പറഞ്ഞു തന്നിട്ടില്ലേ, ഇങ്ങനെ ഈ ഇത്തരം ഫണ്ടുകളുടെ ബാലൻസ് നമ്മൾ ചെയ്തു വരുമ്പോൾ നെഗറ്റീവ് ഫിഗർ ആണ് എങ്കിൽ അതിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് എഴുതേണ്ടത്. കാരണം ഇവിടെ ഇനി ഫണ്ട് ബാലൻസ് ഇല്ല, മൈനസ് ഫിഗർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെൻസസും ലോസസും എല്ലാം നമ്മൾ ഡെബിറ്റ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം?
ഇങ്ങനെയാണ് ഈ കിട്ടിയിരിക്കുന്ന 10,000 റുപ്പീസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ സ്പോർട്സ് ഫണ്ട് എക്സ്പെൻസ് എന്നും പറഞ്ഞ് എഴുതുകയാണ് ചെയ്യേണ്ടത്. ക്ലിയർ? ഇവിടെ നെഗറ്റീവ് ബാലൻസ് വന്നതുകൊണ്ടാണ് കേട്ടോ. അതല്ലായിരുന്നു നമുക്കിപ്പോൾ ഫണ്ട് 40,000 ഉള്ളൂ, നമുക്ക് സ്പോർട്സ് എക്സ്പെൻസ് 30,000 ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10,000 രൂപ ഇവിടെ മിച്ചമാണ്. അങ്ങനെയായിരുന്നു കിട്ടുന്നതെങ്കിൽ നമ്മളിത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഈ 10,000 കാണിച്ചേനെ. പക്ഷേ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വന്നുപോയി. അതുകൊണ്ട് ഈ കൂടുതൽ വന്ന എക്സ്പെൻസ് സ്പോർട്സ് എക്സ്പെൻസ് ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതണം. ക്ലിയർ? നെക്സ്റ്റ് 7th, depreciation on furniture and building at the rate 12.5% and 5% respectively, assuming that it is on reducing balance for the year ending March 31st, 2017. ഫർണിച്ചറിന് ബിൽഡിങ്ങിനും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 12.5%, ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 5% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ആണ് അല്ലേ. അപ്പം നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ആദ്യം ഫർണിച്ചറിൻ്റെ നോക്കാം. ഫർണിച്ചർ എത്ര രൂപയുടെ ഫർണിച്ചർ ആയിരുന്നു ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്നത്? 1 lakh റുപ്പീസിൻ്റെ ഫർണിച്ചർ ആയിരുന്നു. പക്ഷേ ഈ വർഷം അവസാനിക്കുമ്പോൾ 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ ഉണ്ടോ മിച്ചം? ഇല്ലല്ലോ. അതിലെന്ത് ചെയ്തു? 8,000 രൂപയുടെ ഫർണിച്ചർ നമ്മൾ വിറ്റിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 1 ലക്ഷത്തിൽ നിന്ന് വിറ്റ ഫർണിച്ചറിൻ്റെ എമൗണ്ട് കുറയ്ക്കണം. അപ്പോൾ ഓപ്പണിങ്ങിൽ 1 ലക്ഷം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വിറ്റത് 8,000 രൂപയുടെ. ബാക്കി എത്ര രൂപയുടെ ഫർണിച്ചറിന് നമ്മുടെ കയ്യിലുള്ളൂ? 92,000. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 92,000 12.5% വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ എത്ര കിട്ടും? 11,500 എന്ന് കിട്ടും. അപ്പം ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തത് ബിൽഡിങ്ങിൻ്റെ റേറ്റ് 5% ആണ്. ബിൽഡിങ്ങിൻ്റെ വാല്യൂ 6,50,000 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 6,50,000 5% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം 32,500 എന്ന് കിട്ടും. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ രണ്ടിൻ്റെയും ടോട്ടൽ ഡിപ്രീസിയേഷൻ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ടോട്ടൽ ഡിപ്രീസിയേഷൻ ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ 11,500 പ്ലസ് 32,500 ടോട്ടൽ 44,000 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി പിന്നെ ബാലൻസ് ഷീറ്റിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിൽ കൺസേൺഡ് അസറ്റിൽ നിന്നും ഈ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് കാണിക്കാനായിട്ട്. ക്ലിയർ? ഇപ്പോൾ നമുക്ക് ഓരോ ഐറ്റവും എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുക. നമുക്കറിയാം എല്ലാ എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് സൈഡിലും ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലുമാണ് എഴുതേണ്ടത്. നോക്കിക്കേ, എക്സ്പെൻഡിച്ചർ സൈഡിൽ സാലറി 24,000 ഓൾറെഡി കൊടുത്ത എമൗണ്ട്, അതിൻ്റെ കൂടെ ഇനി കൊടുക്കാനുള്ള 4,000 കൂടെ ചേർത്ത് 28,000. എന്റർടൈൻമെന്റ് എക്സ്പെൻസ് 81,000. ടെലിഫോൺ ബില്ല് ഓൾറെഡി അടച്ചിരിക്കുന്നത് 35,000. ഇനിയും അടയ്ക്കാനുള്ളത് ആ വർഷത്തെ തന്നെ ഇനിയും അടയ്ക്കാനുള്ള 2,000 കൂടി ചേർത്ത് 37,000. സബ്സ്ക്രിപ്ഷൻ ഫോർ പീരിയോഡിക്കൽസ് 14,500 ഉണ്ട്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഈ വർഷം വാങ്ങിച്ചത് ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ളത് രണ്ടും കൂടി ചേർത്ത് 15,000. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്റ്റ് ചെയ്തെന്നാൽ നമ്മൾ 12,000 രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ കൺസ്യൂം ചെയ്ത് ഉപയോഗിച്ചതെന്ന് നമുക്കറിയാം. സെക്രട്ടറീസ് ഓണറേറിയം എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതേണ്ടതാണ്. സ്പോർട്സ് എക്സ്പെൻസുകളെല്ലാം ട്രീറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? അപ്പോൾ സ്പോർട്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നു 10,000. അപ്പോൾ അത് സ്പോർട്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ എക്സ്പെൻഡിച്ചർ സൈഡിലോട്ട് എഴുതിയാൽ മതി. ഡിപ്രീസിയേഷൻ ഫർണിച്ചറിൻ്റെ 11,500, ബിൽഡിങ്ങിൻ്റെ 32,500, രണ്ടും കൂടെ ചേർത്ത് 44,000. പിന്നെ ഇൻകം സൈഡിൽ സബ്സ്ക്രിപ്ഷൻ 1 ലക്ഷം രൂപയാണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളത്. ഇനി 12,500 കൂടി കിട്ടാനുമുണ്ട്. രണ്ടും കൂടി ചേർത്ത് ഈ വർഷം കിട്ടേണ്ടുന്ന ആകെ തുക 1,12,500 ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു. സെയിൽ ഓഫ് ഓൾഡ് പീരിയോഡിക്കൽസ് ഇൻകം ആണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ 2,000 ഉണ്ട്. ഹയർ ഓഫ് ഗ്രൗണ്ട് ഫോർ മാരേജ് 48,780 ഉണ്ട്. ലോക്കർ റെന്റിൽ 17,050 ആണ് ആകെ കിട്ടിയത്. അതിൽ ഓപ്പണിങ്ങിൽ അതായത് പ്രീവിയസ് ഇയറിൽ 3,050 കുറച്ചു, കറണ്ട് ഇയറിൽ ഇനിയും കിട്ടാനുള്ളത് കൂട്ടി. അങ്ങനെ ലോക്കർ റെന്റിനത്തിലെ ആകെ ഇൻകം 15,500. പിന്നെ ലെഗാസീസ് ജനറൽ എന്ന് തന്നിരിക്കുന്നത് കാരണം അതും നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നു.
ദെൻ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. 2,81,950 വരും. അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു. അതിൽ നിന്ന് ഇത്രയും എക്സ്പെൻസുകൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ അഥവാ സർപ്ലസ് എന്ന് പറയുന്നത് 25,450 എന്ന് കിട്ടും. ക്ലിയർ? ഇനി നമുക്ക് ക്ലോസിങ്ങിലെ ബാലൻസ് ഷീറ്റാണ് തയ്യാറാക്കേണ്ടത്. പക്ഷേ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് എത്രയാണെന്ന് അറിയണം. കാരണം ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആണല്ലോ നമ്മൾ ഈ സർപ്ലസ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഏത് തന്നെയാണ്? കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആണല്ലോ. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് ആണല്ലോ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ബാലൻസ് ഷീറ്റ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ക്ലബ് ആസ് ഓൺ March 31, 2016, അതായത് കഴിഞ്ഞ വർഷം അവസാനത്തെ ബാലൻസ് ഷീറ്റ്, അതല്ലേ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്നത്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് ഇയർ എൻഡിലല്ല തയ്യാറാക്കുന്നത്. അപ്പം ക്ലോസിംഗ് ഡേറ്റ് ഇട്ട് തന്നെ എഴുതുക. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ക്ലബ് ആസ് ഓൺ March 31, 2016. ഇനി എന്ത് ചെയ്യണം? ഓപ്പണിങ്ങിലെ അസറ്റ്സും ലയബിലിറ്റീസും ഇതിലോട്ട് എഴുതുക. അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതൊക്കെ ഓപ്പണിങ്ങിലെ അസറ്റ്സ് ആണ്. പിന്നെ ഓപ്പണിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതായത് പ്രീവിയസ് ഇയറിൽ 15,000 രൂപയായിരുന്നു കിട്ടാൻ കടന്നിരുന്നത്. അപ്പോൾ ആ 15,000 എന്ന് പറഞ്ഞ അസറ്റാണ്. പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ലോക്കർ റെൻറ്റ് 3,050 ഉണ്ട്. അത് ആ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് അസറ്റാണ് 2,000. ഫർണിച്ചർ ഓപ്പണിംഗ് ഡേറ്റിൽ 1 lakhന്റെ ഫർണിച്ചർ ഉണ്ടായിരുന്നു. അത് ഫുള്ള് അതിൻ്റെ അകത്ത് അസറ്റാണ്. ഓപ്പണിംഗ് ഡേറ്റിൽ എന്ന് പറയുമ്പം കഴിഞ്ഞ വർഷത്തെ അവസാനം അത് വിറ്റിട്ടില്ലല്ലോ, നമ്മൾ ഈ വർഷമല്ലേ വിറ്റത്. അപ്പോൾ ഫർണിച്ചറിൻ്റെ 1 ലക്ഷം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ബിൽഡിങ് 6,80,000 ഉണ്ട്. അതെല്ലാം അത്രയും അസറ്റ്സ് ആണുള്ളത്. പിന്നെ ഇവിടെ ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടു. ഓപ്പണിങ്ങിൽ ഒരു ലയബിലിറ്റി എന്ന് പറയാൻ ഇവിടെ സ്പോർട്സ് ഫണ്ടാണ് ഉണ്ടായിരുന്നത്. സ്പോർട്സ് ഫണ്ട് 15,000, അത് മാത്രമേ ഉള്ളൂ. അത് ലയബിലിറ്റി സൈഡിലും എഴുതുന്നു. ദെൻ ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. നമുക്കറിയാം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റി ആണല്ലോ. അപ്പോൾ 8,57,550 രൂപയുടെ അസറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് ഈ സ്പോർട്സ് ഫണ്ട് 15,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 8,42,550 ആണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇതാ നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കണ്ടുപിടിച്ച ഫിഗറാണ്. അതാണ് ബാലൻസിങ് ഫിഗർ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച എമൗണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയത്. അപ്പം നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. അതായത് ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസുമാണ് ഇതിൽ ലിസ്റ്റ് ചെയ്യേണ്ടത്. ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, ക്ലോസിംഗിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ്, അത് ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റാണ്. ക്ലോസിംഗിലുള്ള ബാങ്ക് ബാലൻസ് 45,000, അതെന്ന് പറയുന്നതും അസറ്റാണ്. പിന്നെ നമ്മളുടെ 31/3/2017 ഇനിയും സബ്സ്ക്രിപ്ഷൻ കുടിശ്ശിക കിടപ്പുണ്ട്. അതിൽ കറണ്ട് ഇയറിലെ 12,500 ഉണ്ട്. അതിന് മുമ്പുള്ള പ്രീവിയസ് ഇയറിലെ 2,500 ഉണ്ട്. രണ്ടും കൂടി ചേർത്ത് 15,000 രൂപ നമ്മൾ എവിടെ കാണിക്കേണ്ടതാണ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഇത്രയും കിട്ടാനുള്ളതാണ്. നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലായിരുന്നോ? 15,000 രൂപ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഇനിയും 15,000 രൂപ കൂടി സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടാൻ കിടപ്പുണ്ട്. അതിൽ പ്രീവിയസ് ഇയറിലെ 2,500, കറണ്ട് ഇയറിലെ 12,500 കൂടി ചേർത്ത് 15,000. അത് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ലോക്കർ റെൻറ്റ്, ഈ വർഷം ഇനിയും ലോക്കർ റെൻറ്റ് 1,500 കിട്ടാനുണ്ട്. അത് അസറ്റാണ്. പിന്നെ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ ഇരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റല്ലേ, അതാണ്. പിന്നെ ഫർണിച്ചർ നമുക്ക് എഴുതിയപ്പോൾ 1,00,000 രൂപയുടെ ഫർണിച്ചർ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ വർഷം 8,000 രൂപയുടെ വിറ്റു. പിന്നെ എത്രയേ ഉള്ളൂ? 92,000. ആ 92,000 രൂപയുടെ ഫർണിച്ചറിന് ഡിപ്രീസിയേഷനും കൂടി ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. ഡിപ്രീസിയേഷൻ 11,500 ആണ്. അത് കുറച്ച് കഴിയുമ്പോൾ 80,500 ആണ് ഇനി ഫർണിച്ചർ ഉള്ളൂ. അതുപോലെ ബിൽഡിങ് 6,80,000 രൂപയുടെ ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 32,500 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് 6,17,500 ആണ് എമൗണ്ട് വരുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് 1,00,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നതും അസറ്റാണ്. പിന്നെ ലയബിലിറ്റി സൈഡിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റി ആണ് അല്ലേ? 10,000 ഉണ്ട്. എവിടെ കിടക്കുന്നു? നോക്കിക്കേ, നമ്മുടെ റിസീവ് സൈഡിൽ 2017-18 സബ്സ്ക്രിപ്ഷൻ 10,000, അതായത് നെക്സ്റ്റ് ഇയറിൽ കിട്ടേണ്ടതാണ്. അതിപ്പോഴേ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരേണ്ടതാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരേണ്ട ഐറ്റമാണ്.
ഒന്നുകൂടി കാണിച്ചു തരാം. ഇതൊന്നും എഴുതാൻ വിട്ടുപോകരുത്. ഇപ്പം 2017-18 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇയർ ആണ്, വരുന്നതേ ഉള്ളൂ. വരുന്ന വർഷത്തെ 10,000 രൂപ നമ്മൾ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇൻകം ആയിട്ട്. അപ്പം അതുകൊണ്ടാണ് അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരുന്നത് കേട്ടോ. അത് ബാധ്യതയാണല്ലോ. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ടെലിഫോൺ ബില്ല്, ഇനിയും ടെലിഫോൺ ബില്ല് അടയ്ക്കാനില്ലേ 2,000 രൂപ കൂടി, അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി ആണ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ്, ഇനിയും ഈ വർഷം 4,000 രൂപ സാലറി കൊടുക്കാനുണ്ട്, അത് ലയബിലിറ്റി ആണ്. പിന്നെ ഇനി അടുത്തത് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു 8,42,550. അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് സർപ്ലസ് ആണ് 25,450 എന്ന് പറയുന്നത്. ആ സർപ്ലസ് ആഡ് ചെയ്യുന്നു, അപ്പോൾ 8,68,000 കിട്ടുന്നു. അപ്പോൾ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 8,84,000 രൂപയുടെ അസറ്റ്സും അത്രയും തന്നെ ലയബിലിറ്റീസും ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? നല്ല ക്ഷമയോടെ സമയമെടുത്ത് മനസ്സിലാക്കി നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. ഇങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്തെന്നാൽ ഇനിയുള്ള ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.